ഹായ് ഫ്രണ്ട്സ്, NH-66 നിർമ്മാണം പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ഭാഗത്തെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ. ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ പൊന്നാനിക്കടുത്താണ്. ഇവിടെയൊക്കെ പണി ഏകദേശം ഒരു 80-85% അല്ല 90% മേളിൽ പൂർത്തിയായിട്ടുണ്ട് ഗൈസ്. എല്ലായിടത്തും സ്ട്രീറ്റ് ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വരകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്, ലൈൻസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, അപ്പുറത്ത് ഡെഡ് ലൈന് പൂർത്തിയായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സെൻട്രൽ ലൈനും കൂടി ഇട്ടാൽ മതി. അതേപോലെ തന്നെ ഇവിടെയൊക്കെ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ഈ ക്രാഷ് ബാരിയറും പിന്നെ ഡിവൈഡറിൻ്റെ അവിടെയൊക്കെ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു അണ്ടർപാസിൻ്റെ മേളിൽ കൂടെയാണ് നമ്മൾ കയറുന്നത് കേട്ടോ. മലപ്പുറം ജില്ലയിലേക്ക് കയറിയതിന് ശേഷം റോഡ് പണി വളരെ അധികം പുരോഗമിച്ച് പലയിടത്തും വർക്കുകൾ ഇതേപോലെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടി ഇനി മിനുക്ക് പണികൾ മാത്രമാണ് ഇവിടെ ബാക്കിയുള്ള. ഫൈനൽ ലെയർ ടാറിങ്ങും ഇവിടെ പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. ഇതൊരു അണ്ടർപാസോ ഓവർ ബ്രിഡ്ജാന്ന് തോന്നുന്നു കേട്ടോ. എന്താണെന്ന് അറിയാൻ വയ്യ കേട്ടോ. ഈ നിർമ്മാണം പൂർത്തിയായ ഭാഗത്തൂടെ പോകും വേറെ എവിടെ പോകുന്ന ഫീലാണ് കേട്ടോ. അപ്പം പഴയ റോഡിലൂടെ നമ്മൾ പോകും, ഫുള്ള് കടകളും തിരക്കുകളും അല്ലേ, അതൊക്കെ കംപ്ലീറ്റ് മാറി ഇപ്പം വേറൊരു ലുക്കിലായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നോക്ക്, രണ്ട് സൈഡിലും നിർമ്മാണമൊക്കെ പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ ചെറിയ മിനുക്ക് പണികളാണ് ഇവിടെ ബാക്കിയുള്ളത്. പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്, വരയും ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കുറേ ഭാഗത്ത് വരയിട്ട് തീർന്നു, പക്ഷെ അവിടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇതിങ്ങനെ കാണുമ്പോൾ പിന്നെ വീഡിയോ എടുക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. എൻ്റെ പൊന്നടവേ, എന്നാ ലുക്ക് നോക്കിയേ, നമ്മളെ നാട് മാറിയ മാറ്റം. ഇവിടെയൊക്കെ പണ്ട് ചെറിയ റോഡാണ് കേട്ടോ, വയലേരിയ ആയിരുന്നു കേട്ടോ. അടിപൊളി. ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെയൊക്കെ നിർമ്മാണമൊക്കെ പൂർത്തിയായതാണ്. പലയിടത്തും മേളിൽ സൈൻ ബോർഡൊക്കെ വയ്ക്കുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. സൈൻ ബോർഡ് വയ്ക്കുന്ന പരിപാടിയുണ്ട്. ഇതിന് മുമ്പ് മറ്റേ സ്പീഡ് ഡിസ്പ്ലേ ഉണ്ടായിരുന്നു കേട്ടോ. അത് പൊന്നാനിക്ക് മുമ്പായിരുന്നു സ്പീഡ് ഡിസ്പ്ലേ. നമ്മൾ പോകുന്ന വണ്ടിയുടെ സ്പീഡ് ഇവിടെ എഴുതി കാണിക്കും. ഓവർ സ്പീഡാണെങ്കിൽ റെഡ് ലെറ്ററിൽ എഴുതി കാണിക്കും. ആ ഒരു സംഗതി അപ്പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ക്യാമറയും കൊണ്ട് ഇത്ര മീറ്റർ ഇടവിട്ട് കിലോമീറ്റർ ഇടവിട്ട് ക്യാമറയും ഉണ്ട്. സൈൻ ബോർഡിൻ്റെ ഭാഗം വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മോനെ കിടക്കുന്ന കിടപ്പ് കണ്ടാ. അടിപൊളി കേട്ടാ. എല്ലായിടത്തും സ്ട്രീറ്റ് ലൈറ്റൊക്കെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്, അല്ല ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും ഒരു ക്യാമറ നമുക്ക് കാണാൻ സാധിക്കും. ഒരു തെങ്ങിൻ്റെ അത്ര ഉയരത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നോക്കണ്ട, തെങ്ങിൻ്റെ അതേ ലെവലിലാണ്. ഇത് വലിയ തെങ്ങാണ് കേട്ടോ. ചെറിയ തെങ്ങിൻ്റെ ഉയരത്തിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പുറത്ത് എന്താന്ന് പോലെ അറിയാൻ വയ്യ. റോഡ് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ. നല്ല ഉയർച്ചയിലാണ് ഇവിടെ പോകുന്നത്. ഇവിടെ എനിക്ക് തോന്നുന്നു അണ്ടർപാസ് ആകുന്നു. സത്യം പറഞ്ഞാൽ സൈൻ ബോർഡ് അത്യാവശ്യമാണ്. ടൗൺ ഏരിയ ഒക്കെ എവിടെയായിരുന്നു കൃത്യമായിട്ട് എഴുതി കാണിച്ചിട്ടില്ലെങ്കിൽ ഒരു രക്ഷയില്ല, നമ്മൾ വിട്ടടിച്ച് പോകും. ഈ ലൈനിൽ കൂടെ വണ്ടി കയറ്റി വിട്ടാൽ നമ്മൾ വിട്ടടിച്ചെങ്ങ് പോകും. ആ സ്ഥലമൊക്കെ മറന്നു പോകും. നമ്മൾ ചിലപ്പം പൊന്നാനിയിൽ ഇറങ്ങേണ്ടവർ ഒട്ടയ്ക്ക് ചെന്ന് ഇറങ്ങും. സ്ഥിരം പോകുന്നവരല്ല, ഈ സ്ഥലം അന്വേഷിച്ച് പോകുന്നവർക്ക് കൃത്യമായിട്ട് സ്ഥലം മനസ്സിലാവില്ല. ഒരു കാരണവശാലും മനസ്സിലാവില്ല. കാരണം അപ്പുറമുള്ള കാഴ്ചകൾ നമുക്ക് വ്യക്തമായിട്ട് കാണില്ല. ഈ ഭാഗം ഉടനെ തുറന്നു കൊടുക്കും കേട്ടോ. ഈ ഭാഗം ഉടനെ കംപ്ലീറ്റ് ചെയ്ത് തുറന്നു കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. രണ്ട് ഭാഗത്തേക്കും തുറന്നു കൊടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്.
തന്നെ കയറിപ്പോൾ മേളിൽ കൂടെ തന്നെ പോകും. അപ്പം പൂർണ്ണമായിട്ടും റോഡ് തുറന്നൊന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓപ്പോസിറ്റും ഒക്കെ വണ്ടി പോകുന്നത് കേട്ടോ. അപ്പുറ സൈഡ് അടച്ചിട്ടേക്കുവാണ്. ഇനി കുറച്ച് പണികൾ കൂടെ ബാക്കിയുള്ളൂ. അതിന് ശേഷം കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കാനുള്ള സാധ്യതയുണ്ട് ഉടനെ തന്നെ. എന്നാ ഭംഗിയാണ് കാണുന്നത്. ഓ, ഈ നടുക്ക് വരയും കൂടെ ഇടപ്പം വേറെ ലുക്കാകും കേട്ടോ. ഈ ഭാഗത്തെ റോഡ് ഒന്നും പറയാനില്ല, സൂപ്പർ. നല്ല ഉയർന്നിട്ടാണ് റോഡ് പോകുന്നത്. ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ട് പോകുന്നത്. ഇത് പറഞ്ഞല്ല ഏതാ ടൗണ് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. സൈൻ ബോർഡ് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും കേട്ടോ. നമ്മൾ ഇറങ്ങേണ്ട അടുത്തുനിന്ന് പിന്നെ കിലോമീറ്ററോളം പോയി പിന്നെ അണ്ടർപാസ് വഴി U-ടേൺ എടുത്ത് തിരിച്ച് അതേപോലെ കിലോമീറ്ററോളം തിരിച്ച് വന്ന് വീണ്ടും അണ്ടർപാസ് വഴി U-ടേൺ എടുത്ത് അങ്ങനെ പോകേണ്ടി വരും. ഇവിടെ വന്നപ്പോൾ ഇവിടെ കുറച്ച് പണി ബാക്കിയുണ്ട്. ഓ, ഇതിൽ ഇടിഞ്ഞു വീണ സ്ഥലമാണ് കേട്ടാ. വാർത്തയിലൊക്കെ കണ്ടില്ലായിരുന്നോ? ഓ, ആ സ്ഥലമാണ്. എല്ലാവരും ഇവിടെ കംപ്ലീറ്റ് ഇത്രയും കഴിയേണ്ടതായിരുന്നു. അത് കംപ്ലീറ്റ് പൊളിച്ച് മാറ്റിയിട്ട് വീണ്ടും ഒന്നേന്ന് പോവുകയാണ് കേട്ടോ. ഓക്കെ, ഇനി അങ്ങോട്ട് പണികൾ പൂർത്തീകരിക്കാൻ ബാക്കിയുണ്ട് കേട്ടോ. നമ്മൾ എവിടെ എത്തിയെന്ന് ഒരു പിടിത്തമില്ല. ഈ ഭാഗം സർവീസ് റോഡ് ഇല്ലാത്ത ഭാഗമാണ് കേട്ടോ. സർവീസ് റോഡ് ഇല്ലാത്ത ഭാഗമാണ്. ഇങ്ങനെ NH-66 ഇപ്പോൾ നിർമ്മാണം നടക്കുന്നതിൽ വളരെ അപൂർവ സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ ഇതേപോലെ സർവീസ് റോഡ് ഇല്ലാത്ത. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ആക്സസ് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ മിക്കവാറും വലിയ വലിയ സ്ഥാപനങ്ങൾ, ഹോട്ടലുകൾ, ഷോറൂമുകൾ, അങ്ങനെ തന്നെ വലിയ സ്ഥാപനങ്ങൾ തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ നല്ല ബ്ലോക്കാകും. അങ്ങനെയും ചില പ്രശ്നമുണ്ട്. വീണ്ടും നമ്മൾ പണി പൂർത്തീകരിച്ച ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് അല്ലറ ചില്ലറ വർക്കുകൾ മാത്രമേ ഈ ഭാഗത്തുള്ളൂ. ഫൈനൽ ലെയർ ടാറിങ്ങും ഇവിടെ പൂർത്തിയായ ഭാഗമാണ്. നമ്മൾ കുറ്റിപ്പാലം എവിടെയാണ് സ്ഥലവും അറിയത്തില്ല. നമ്മളങ്ങനെ കുറ്റിപ്പുറം എത്താറായെന്നാണ് തോന്നുന്നത്. പോയി നോക്കാം കേട്ടോ. കിലോമീറ്റർ വളരെ വേഗത്തിലാണ് കേട്ടോ മറിയുന്നത്. ചടപടയെന്ന് മറിയാണ് കേട്ടോ. ഓ, റോഡ് കിടക്കുന്നുണ്ടോ? ഇതേപോലെയാണ് അങ്ങ് തിരുവനന്തപുരം കഴക്കൂട്ടം വരെ റോഡ് വരാൻ പോകുന്നത്. കോഴിക്കോട് ഭാഗത്തും ഒരുപാട് നിർമ്മാണം പൂർത്തിയായെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമ്മളെന്തായാലും കോഴിക്കോട് ചെന്നിട്ട് അവിടുത്തെ വീഡിയോ എടുക്കണം. ഇവിടെ പാലത്തിൻ്റെ ഗഡറുകൾ ഇങ്ങനെ നിർമ്മിച്ച് വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ കുറ്റിപ്പുറം എത്തിയെന്ന് തോന്നുന്നു കേട്ടോ.
കാരണം ഇപ്പം കംപ്ലീറ്റ് മാറി, റോഡിൻ്റെ ഘടനകളും സ്ഥലങ്ങളും കംപ്ലീറ്റ് മാറി. ഞാൻ 1-2 തവണയാണ് ഇതുവഴി യാത്ര ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് കുറ്റിപ്പുറം എത്താറായിട്ടുണ്ടെന്ന് തോന്നുന്നത്. ഇവിടെ 2 കൊല്ലം വന്നപ്പം ഈ കുന്നൊക്കെ ഇടിച്ച് ഇട്ടിരിക്കുന്നേ ഉള്ളായിരുന്നു കേട്ടോ. വളരെ ഫാസ്റ്റായിട്ടാണ് ഈ ഭാഗത്തെ പണികൾ പുരോഗമിച്ചത് കേട്ടോ. എനിക്ക് സങ്കടം തോന്നുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നിർമ്മാണമാണ്. അതിപ്പോഴും ഒരു വലിയ പുരോഗതിയൊന്നും ഇപ്പോഴും വലിയ രീതിയിലുള്ള പണികളൊന്നും നടന്നിട്ടില്ല. ചെറിയ ചെറിയ അതേപോലെ തൊട്ടുമിനിക്കാണ് നടക്കുന്നത്. പണി ഇഴഞ്ഞ് നീങ്ങുന്നതായിട്ട് കണ്ടത് പിന്നെ ഞാൻ അതിന് വീഡിയോ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും. പറവൂർ ബൈപ്പാസ് 2 കൊല്ലം മുമ്പ് എടുത്ത വീഡിയോയിൽ നിന്ന് വലിയ മാറ്റമൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതേപോലെയൊക്കെ തന്നെയാണ് ഇപ്പോഴും എടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കുറ്റിപ്പുറം എത്തിയിട്ടാണ്. കുറ്റിപ്പുറമാണോ ആ ഒരു മാറ്റം ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. കുറ്റിപ്പുറത്ത് അങ്ങനെ ഒരു പാലം, ഇത് കുറ്റിപ്പുറമാണോ? ഇത് കുഴിയിലേക്കാണോ പോകുന്നത്? എന്തുമാത്രം ഉയരത്തിലാണ് റോഡ് പണിഞ്ഞേക്കുന്നുണ്ടാ. കുറ്റിപ്പാലം. കുറ്റിപ്പുറത്ത് തൃശ്ശൂരേക്ക് പോകാൻ ഇതിൻ്റെ മേളിൽ കൂടെ പാലം പണിഞ്ഞിട്ടുണ്ടല്ലേ, ഓവർപാസ് പണിഞ്ഞിട്ടുണ്ട്. വാവ്, ഇത് കൊള്ളാം കേട്ടാ. ഇങ്ങനൊരു നിർമ്മാണം അന്ന് വന്നപ്പം നടക്കുന്നതായിട്ട് കണ്ടില്ല കേട്ടോ. നമ്മൾ NH 66 നിന്ന് ഈ റൂട്ടിലേക്ക് തൃശ്ശൂർ റോഡല്ലേ ഇത്, തൃശ്ശൂർ റോഡിലേക്ക് കയറാൻ വേണ്ടി ഇതേപോലൊരു ബ്രിഡ്ജ് വഴിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതെന്തായാലും പൊളിച്ചു, അതെനിക്ക് പേര് ഇഷ്ടപ്പെട്ടെ. അതെന്തായാലും കൊള്ളാം. കുറ്റിപ്പുറം പുതിയ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായി, ഇനിയെങ്കിലും പണികൾ ബാക്കിയുണ്ട് കേട്ടോ. ഇപ്പം നിലവിലുള്ള ഈ പാലം തൃശ്ശൂരിലേക്ക് പോകാൻ വേണ്ടി കൊടുക്കുന്നതായിരിക്കും. ഭാരതപ്പുഴ അങ്ങനെ ആ പാലത്തിൽ പെയിൻ്റ് അടിയൊക്കെ പൂർത്തിയായിട്ടുണ്ട് താഴ്ഭാഗത്ത് കേട്ടോ. നല്ല വിശാലമായ 2 പാലമാണ് പുതിയതായിട്ട് വന്നിരിക്കുന്നത്. കുറ്റിപ്പുറം പാലം കഴിഞ്ഞിട്ട് വരുന്ന ഭാഗത്തെ കാഴ്ചകളാണ് കേട്ടോ. ഇവിടെ റോഡ് നല്ല രീതിയിൽ ഉയർന്നിട്ടാണ് പോകുന്നത് കേട്ടോ. നിലവിലുള്ള NH 66 ഇതാണ്. പുതിയതായിട്ട് വരുന്ന റോഡ് ഇപ്പുറത്തോട്ട് മാറിയിട്ടാണ് വരുന്നത് കേട്ടോ. വലിയ രീതിയിൽ മാറി നല്ല രീതിയിൽ ഉയർന്നിട്ടാണ് വരുന്നത്. എനിക്കൊന്ന് ഇവിടെ കയറ്റം ഉണ്ടല്ലോ, ആ കയറ്റം ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. ഇനി അങ്ങോട്ടാണ് മലപ്പുറം ജില്ലയിലെ ഏറ്റവും കൂടുതൽ പണി വേണ്ട ഭാഗങ്ങൾ. ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ട് കേട്ടോ. പണികൾ തകൃതിയായിട്ട് നടക്കുകയാണ് കേട്ടോ അങ്ങോട്ട്. ഇവിടെയൊക്കെ ഭയങ്കര പണികൾ ആവശ്യമുള്ള സ്ഥലങ്ങളാണ്. ഇവിടെയൊക്കെ ഇങ്ങനെ പണികൾ നടക്കുകയാണ്. കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിൻ്റെ പണിയും പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. പൂർത്തിയായിട്ടില്ല, പണികൾ ഇത്രത്തോളം നടക്കുന്നത്. റെയിൽവേക്ക് മുകളിലേക്കുള്ള ഭാഗത്തെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഇനി ഭയങ്കര പണികൾ ബാക്കിയുണ്ട് കേട്ടോ, ഒരുപാട്. KSRTC വണ്ടികൾ നേർത്ത് എല്ലാം അടിച്ചു പിന്നി പോവുകയാണൊക്കെ.
പണികൾ ബാക്കിയുണ്ട് കേട്ടോ. ഇവിടെ ഒന്നും ആയിട്ടില്ല. അപ്പം അപ്പുറത്തെ വശത്തൊക്കെ പണികൾ ഇവിടെ ഇനി എന്ത് കെട്ടിപ്പൊക്കണമെന്നറിയാമോ? അത്രയും താഴ്ചയുള്ള സ്ഥലത്ത് നിന്ന് ഇങ്ങനെ കെട്ടി ഉയർത്തണം. നല്ല പണി ഇവിടെ ഉണ്ട്. വാവ്, ഇവിടെ വന്നപ്പോൾ മാകം മാറിയല്ലോ. അന്നേരം അത്രയും പൊക്കണ്ട കേട്ടോ. ഇനി ഈ നിരപ്പിനായിരിക്കും അവിടെ പോകുന്നത്. അന്നേരം അവിടുത്തെ കുറേ ഭാഗം ഇടിച്ച് താക്കാനാണുള്ളത്. സോറി, പൊക്കാനില്ല, പൊക്കാൻ കുറച്ചേ കാണും, താക്കാനാണ് കൂടുതൽ. ഇവിടെയൊക്കെ ഫൈനൽ ലെയർ ടാറിങ് പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. അവിടെ കുറ്റിപ്പുറം പാലത്തിൻ്റെ അവിടെ മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ കുറച്ച് പണികൾ പെൻഡിങ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടെയും പണികൾ നല്ല രീതിയിൽ പുരോഗമിച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ ഡിവൈഡറിൻ്റെ പണി ബാക്കിയുണ്ട്. എന്തോരം മാറ്റമാണ് ഈ ഭാഗത്ത്. ഈ റോഡ് വന്ന ഈ NH-66 വന്നതിൽ ഏറ്റവും മാറ്റം വന്ന ഭാഗം ഈ കുറ്റിപ്പുറത്തുനിന്ന് പിന്നെ ഇങ്ങോട്ടുള്ള ഭാഗമായിരിക്കും. ഫുള്ള് കയറ്റവും ഇറക്കമുള്ള ഭാഗമാണ്. അത് കംപ്ലീറ്റ് വലിയ മാറ്റമാണ് കേട്ടോ. രണ്ട് ഭാഗത്തും വാഹനങ്ങൾ കടത്തി വിട്ടിട്ടുണ്ട്. രണ്ട് സൈഡിലെയും വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പം തിരക്ക് കുറവായിരിക്കും. മുമ്പേ ഇതിൻ്റെ മേളിൽ കൂടെ സർവീസ് റോഡിൽ കൂടെ അല്ലായിരുന്നു എല്ലാ വാഹനങ്ങളും കടന്നു പോയത്. ഭയങ്കര തിരക്കായിരുന്നു, ബ്ലോക്കുമായിരുന്നു. ഇപ്പം തിരക്കെല്ലാം കംപ്ലീറ്റ് മാറി ഇവിടെ ഭാഗത്തേക്ക് കേട്ടോ. കച്ചവടങ്ങളൊക്കെ പലതും കുറയും, അത് സ്വാഭാവികം, അങ്ങനെയാണ്. കുറ്റിപ്പുറം ടൗണിലേക്ക് പോകുന്ന വാഹനങ്ങൾ മാത്രമേ ഇനി ഇതേപോലെയുള്ള ടൗണുകളിൽ കയറൂ. ബാക്കി വരുന്ന വാഹനങ്ങൾ മുഴുവനും ഇതേപോലെ മെയിൻ റോഡിൽ കൂടെ വിട്ടടിച്ച് പോകുന്നത്. പറയാനില്ല. ഞാൻ 2 കൊല്ലത്തിന് മുമ്പ് എടുത്ത സ്ഥലങ്ങളിൽ ഏറ്റവും മാറ്റം വന്നിരിക്കുന്ന, ഏറ്റവും പണികൾ പൂർത്തിയായിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഈ മലപ്പുറം ജില്ലയിലാണ് കേട്ടോ. വേറെ എവിടെ ഇത്രയും പണി പൂർത്തിയായിട്ടില്ല. വലിയ രീതിയിൽ പണി പൂർത്തിയായ ഭാഗങ്ങളാണ്. 2 കൊല്ലം മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അല്ലെങ്കിൽ ചാനലിൽ കയറി കുറേ താഴോട്ട് പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും കേട്ടോ. അന്ന് ഇവിടുത്തെ ഇതെന്ന് പറഞ്ഞാൽ വേറെ ഈ കുന്നൊക്കെ ഇടിച്ച് താക്കുന്നേ ഉള്ളായിരുന്നു. ഇതൊക്കെ ഏത് സ്ഥലം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമുക്ക് സ്ഥലങ്ങൾ പിടികിട്ടാൻ ഭയങ്കര പാടായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തായി, നമുക്ക് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം.